ഓൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലല്ലേ. അത് വിളിച്ചു എവിടെ ഇരിക്കുക? എനിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യിപ്പിക്കാൻ ഒരു മാർഗം. റേഞ്ചില്ല. നോക്കിയല്ലേ? ഇവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു ആന ഉണ്ട് ഇവിടെയൊക്കെ, നിങ്ങൾ വഴിയിൽ കണ്ടില്ലേ എന്ന് വെച്ചു. അപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു അമ്പലത്തിൻ്റെ അടുത്തുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം 1-2-3 മണിക്കൂർ അമ്പലത്തിൻ്റെ അവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ നിന്ന അമ്പലമാണത്, മുരുകൻ ക്ഷേത്രമാണിത്. അതിൻ്റെ നേരെ താഴെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് സൂം ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. നോട്ടത് ഉണ്ടോ, നമ്മളിപ്പോൾ ഈ സൂമിൽ കാണുന്നതാണ് 2 ആന. നേരെ അതിൻ്റെ മുകളിലാണ് നമ്മൾ നിന്നിരുന്നു, ഇവിടെ ഇരുന്നിരുന്നു ഇത്രയും അടുത്ത്. അത് മുകളിലായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത്, ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. ഇന്നലെ ഇവിടുത്തെ ആൾക്കാരൊന്നും കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആക്കണോ ആന. നമസ്കാരം ഗൈസ്, ഇന്നൊരു വ്ളോഗാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഒരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം ഈ ഒരു ചാനലിൽ. നിങ്ങൾ ആദ്യം കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു പ്രത്യേക സ്ഥലത്താണ്. ഞാൻ എങ്ങനെയാണിത് പറഞ്ഞ് നിങ്ങളെ ഞാൻ എങ്ങനെ പറഞ്ഞിട്ട് ഫലിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരടുത്ത് യെല്ലമലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഗൂഡല്ലൂർ അതായത് ഞങ്ങളുടെ നിലമ്പൂരിൽ നിന്ന്, ഞങ്ങളുടെ മഞ്ചേരി നിലമ്പൂർ കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി കഴിഞ്ഞ് ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് പോവുക. യെല്ലമലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമമാണ്. ഒരു രക്ഷയില്ല. അതിൻ്റെ ആ ഒരു ഫസ്റ്റ് വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ പുറകിൽ കാണുന്നത് യെല്ലമലൈ മുരുകൻ ക്ഷേത്രമാണ്, മുരുകൻ ടെമ്പിളാണ്. ഇനി ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്നത് നോക്കുന്നുണ്ടോ, എൻ്റെ പുറകിൽ വാട്ട് യു സീ ഇസ് അടിപൊളി വ്യൂ ആണ്. ഞാൻ അതിൻ്റെ തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്താ വ്യൂ അറിയോ? ഞാൻ ഈ കോട വന്നിട്ടുള്ള വ്യൂ ഉണ്ട്, അതായത് കുറച്ച് മുന്നേ ഭയങ്കര ഒന്നും കാണണ്ടായിരുന്നില്ല താഴത്തേക്ക്, കാരണം അങ്ങനെ കോടയായിരുന്നു. അപ്പോൾ കോട വന്നിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഞാൻ ഇതിൽ കാണിക്കാം, ഇതിൽ പ്ലേ ചെയ്യാം. ഇതിൻ്റെ ദൂരെ ഇപ്പം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതിൽ നേരെ കാണുന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ മുകളിൽ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടം താഴെ വരുന്നുണ്ട്. ആ ശബ്ദമാണ് നമ്മളിവിടെ നിന്ന് കേൾക്കുന്നത്. ഭയങ്കര വ്യൂ ആട്ടോ, ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യൂ, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര വിഷമം എന്താ വെച്ചാൽ ഫാമിലിയും കൊണ്ട് വരാത്തതിൽ. ഞാൻ അപ്പോൾ വിധുവിനെ കുട്ടികളെ കണ്ടിട്ടില്ല, മുത്തുമണിയും കുട്ടപ്പനും കണ്ടില്ല. വിധുവിനെ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും പറഞ്ഞിട്ടോ ഞങ്ങളുടെ ഡ്രീമിലുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഡ്രീം സ്ഥലമാണ്, എന്ത് വന്നാലും വരണം. ഞാൻ ഇതിൻ്റെ ബാക്ക് അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാനും എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കലീഗ്, ഞങ്ങൾ 2 പേരും കൂടെയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ അല്ല തിരിഞ്ഞ്. അപ്പോൾ നിലമ്പൂരിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ അല്ല ഗൂഡല്ലൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഊട്ടി റോഡിൽ പോയിട്ട്, ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി റോഡിൽ പോയിട്ട് അവിടെ നിന്നാണ് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വളവുണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല, പക്ഷെ എന്നാലും സുഖമായിട്ട് എത്തി. അടിപൊളി റൂട്ടാണ്. അതിൻ്റെ വ്യൂ ഒക്കെ ഞാൻ കാണിക്കാം. ഞാനും ഉണ്ട്, പിന്നെ എൻ്റെ കൂടെ ഉള്ളത് ഇത് എൻ്റെ കലീഗാണ് ജാസിം, മഞ്ചേരിയിലുള്ള ജാസിമും ഞാനും കൂടി. ഇത് നമ്മുടെ വണ്ടി. യെസ്, ഇതാണ് ജാസിം. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലം. ഇത് ജാസിം, ഇത് ജാസിമിൻ്റെ വണ്ടി. ഞങ്ങൾ 2 ആളും കൂടി ഞാനോട് പോന്നു, അവൻ്റെ സ്റ്റാൻഡേർഡും നമ്മുടെ ഹിമാലയനുമായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ, അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഈ ഇങ്ങനെ നോക്കണ്ട, ഞാൻ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു വിഷ്വൽ പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലേ പെട്ടെന്നുള്ള ആ കോടവരവ് ഒരു രക്ഷയുണ്ടായില്ലല്ലോ അല്ലേ. ജാസിം റീലിനുള്ള പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റീല് കണ്ട് പോകുന്നതാണ്. ഇന്നലെ ജാസിം പറയുന്നത് ഇങ്ങനെ റീലുണ്ട്, എനിക്ക് അയച്ചെന്ന് യെല്ലമല റീലുണ്ട് പറഞ്ഞു. അപ്പോൾ അത് കണ്ട സമയത്ത് നേരിട്ട് പോയത്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് മുരുകൻ ടെമ്പിൾ. ഞാനങ്ങനെ അമ്പലത്തിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് കാണിക്കാറില്ല. ഉള്ളിലേക്ക് ഇൻ ദ സെൻസ് ഈ മുരുകനെ കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു നിമിഷം. കണ്ടോ, ഇതാണ് മുരുകൻ ടെമ്പിൾ. ഇതൊന്നും അല്ല ഇവിടുത്തെ വ്യൂ. നേരത്തെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിച്ചു തരാം.
മുരുകൻ ടെമ്പിൾ. ഉള്ളിലേക്ക് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഈ ദൈവങ്ങളെ നേരെ കാണിക്കാറില്ല, ജസ്റ്റ് മാത്രം കാണിക്കുക. അതിൻ്റെ വീഡിയോ അതിൻ്റെ ഇതിൽ പ്ലേ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ വന്ന് കാണും, അത് നമുക്കൊരു സുഖമില്ല. എനിക്ക് ഉള്ളിലേക്ക് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഒരു പ്രത്യേക സുഖം. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഭയങ്കര തണുപ്പില്ല അവിടെ, മഴ ആയതുകൊണ്ട്, പെരും മഴ ആയതുകൊണ്ട് വലിയ തണുപ്പില്ല. ഇനി ഞാൻ വന്ന വഴിയും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേ ചെയ്യാം, അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നത് കണ്ടോളൂ. പിന്നെ സിമ്പിളാണ്, ഗൂഗിളിൽ യെല്ലമല അല്ല, സിമ്പിളല്ല കേട്ടോ, ഗൂഗിളിൽ യെല്ലമല എന്ന് പറഞ്ഞിട്ടുള്ള ഇതിടുമ്പോൾ കണ്ട വഴിയൊക്കെ കാണിച്ചു തരും ഗൂഗിൾ. കാരണം ഗൂഗിളിൻ്റെ സ്ഥിരം പരിപാടിയാണ് നമുക്ക് നമ്മളെ വഴി ചുറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഗൂഗിൾ എടുക്കും. ആ പരിപാടിക്ക് നിൽക്കേണ്ട ബോർഡുണ്ട് എല്ലാ സ്ഥലത്തും, അതേമാതിരി ചോദിച്ച് പോന്നാൽ മതി. വളരെ കൃത്യമായിട്ട് ആൾക്കാർ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ വഴി ചോദിച്ചിട്ട് നേരെ പോരുക. യെല്ലമല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇതൊന്നും കുറച്ച് മുന്നേ കാണാണ്ടായിരുന്നില്ല, ഭയങ്കര കോട. അതാ അവിടുന്ന് വരുന്നുണ്ടോന്ന്. നല്ലൊരു മുരുകൻ്റെ ക്ഷേത്രം കേട്ടോ, നല്ലൊരു അമ്പലം. ഈ അമ്പലത്തിൻ്റെ വിഷയമില്ല, ഇപ്പോൾ ജാസിമ വന്നല്ലോ, അത് പ്രോബ്ലമൊന്നുമില്ല. എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. എനിക്ക് കുറച്ച് നേരത്തേക്ക് എത്തിക്കഴിഞ്ഞാലൊക്കെ. ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഒരു മിനിറ്റ്. ഇപ്പോൾ സമയം 10:30 10:30ക്കുള്ള കണ്ടീഷനത്. ഞങ്ങൾ വരുന്ന വഴി കംപ്ലീറ്റ് മഴയായിരുന്നു, വരുമ്പോൾ കംപ്ലീറ്റ് മഴ കിട്ടി. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജാസിം പറഞ്ഞു, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്ത് ശബ്ദം, എന്താ ഇവിടെ മോട്ടോർ ഓൺ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ മോട്ടോറാണ് എന്താ അറിയില്ല, പെട്ടെന്ന് കണ്ടിരിക്കണം അത്രയും ശബ്ദത്തിൽ മഴയുടെ പെയ്തു, പെരും മഴ. ആ മഴ കൊളാവെന്ന് വിചാരിച്ചു, പക്ഷേ കൊളായില്ല എന്നല്ല, മഴയത്ത് കംപ്ലീറ്റ് കൊണ്ടുപോകുന്നു കുറച്ച് ദൂരം. പിന്നെ തമിഴ്നാട്ടിൽ കടന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. ഞാൻ ഈ താഴത്തേക്കൊന്നും ഇറങ്ങി കാണിച്ചില്ല, താഴത്തേക്ക് ഇറങ്ങുന്നത് ഭയങ്കര നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോഴൊന്നല്ല, നേരത്തെ ഞാൻ ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ വെക്കാം കേട്ടോ, അപ്പോൾ കാണാം. അപ്പോൾ കോടയില്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ദൂരേക്ക് മലയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ഭയങ്കരമാണ്, നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ, നമ്മൾ ഈ പിക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, നല്ല സീനറി ഇല്ലേ, ലാൻഡ്സ്കേപ്പിൻ്റെ പിക്ചറൊക്കെ കാണുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അയ്യോ, ഈ മരമൊക്കെ കൂടിയിട്ടുള്ളൊരു ഫ്രെയിമുണ്ട് ആ മഞ്ഞിങ്ങനെ വരുന്ന സമയത്ത്, ഒരു രക്ഷയില്ല. എനിക്ക് അതിൻ്റെ വീഡിയോയിൽ കിട്ടിയാറില്ല. ഞാൻ സാധാരണ കണ്ടീഷനിൽ ഞാനേ ഒക്കെ വീഡിയോ എടുക്കും. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ആസ്വദിച്ചു. മറ്റെനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കാണാതെ വീഡിയോ എടുത്തിട്ട് ഒക്കെ എടുത്ത് വയ്ക്കാം, മെമ്മറി എന്നുള്ള കണ്ടീഷനിൽ. നമ്മൾ കണ്ടതിന് ശേഷമല്ലേ മെമ്മറിയില്ലേ. അപ്പോൾ ഇനി നേരെ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ പോകണം. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് മനസ്സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നേരെ എന്താ പറയുക, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോയി വെക്കണം. അപ്പോൾ ഇത് നമ്മളെ വ്ളോഗ് ചാനൽ എന്നുള്ള കണ്ടീഷനിൽ വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻ ദ സെൻസ്, ഞാൻ വ്ളോഗ് എടുക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, താല്പര്യം വ്ളോഗാണ്, റിയാക്ഷൻ വീഡിയോ അല്ല. വ്ളോഗ് പറഞ്ഞാൽ നമുക്ക് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മോണിറ്റൈസേഷൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് വ്ളോഗിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വ്ളോഗ് എടുക്കണം എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ റൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, നിലമ്പൂർ നാടുകാണി ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ റൈറ്റ് അടിക്കുക. ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ എവിടുന്ന റൈറ്റ് അറിയോ? ഗൂഡല്ലൂർ എത്തുന്നതിന് മുന്നേ ഒരു ഹമ്പൊക്കെ ഉണ്ടല്ലോ, ഒരു ശിവൻ്റെ ടെമ്പിളൊക്കെ ഉണ്ട്, അവിടെ 2 ഹമ്പൊക്കെ ഉണ്ട്. ആ ഹമ്പ് എത്തുന്നതിന് മുന്നേ റൈറ്റ് നോക്കിയാൽ മതി. ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറി പോലത്തെ ഒരു ചോക്ലേറ്റ് ഷോപ്പിൻ്റെ ബോർഡ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആ കയറ്റം എന്ന് പറഞ്ഞാൽ ഫുൾ കയറ്റം തന്നെയാണ് കയറി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ശരി. ഇനി ബാക്കി ചെന്നതിന് ശേഷം ഇതാണ് വ്യൂ. പോട്ടെ, ഷൂ ഒക്കെ ആകെ നനഞ്ഞു. സംഭവം ഇപ്പം ഞാനോട് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വെയിലായി നമുക്ക് പോകാന്നുള്ളത്. ഭയങ്കര വെയിലിൻ്റെ നെക്സ്റ്റ് മൊമെൻ്റ് ഇതാണ് അവസ്ഥ അല്ലേ. നമ്മളിപ്പോൾ പെരും വെയിലാണ് പറഞ്ഞിട്ട് അത് പോവാറിട്ട് ഞങ്ങൾ സംഭവമൊക്കെ പാക്ക് ചെയ്തു. അടുത്ത നിമിഷം കൊട കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ.